IPL എല്ലാ ടീമുകളും മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിനോട് മാറ്റത്തിന് വിധേയമായിട്ടുള്ള ക്ലബ്ബ് വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അവരുടെ ജേഴ്സിയുടെ കോമ്പിനേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പേര് വരെ മാറ്റി. ഡൽഹി ഡെയർ ഡെവിൾസ് അതൊരു കിടിലം പേരും കിടിലം ജേഴ്സി എല്ലായിരുന്നു. അത് മാറ്റി. ഇപ്പം കഴിഞ്ഞ 3 സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സമൂലമായിട്ടുള്ള മാറ്റം. കഴിഞ്ഞ 3 സീസൺ അല്ല, കഴിഞ്ഞ 2 സീസണും ഈ ഒരു വരാൻ പോകുന്ന സീസണും കൂടെ വെച്ച് നോക്കുമ്പോൾ ക്യാപ്റ്റനും സ്പോൺസേഴ്സും മൊത്തത്തിൽ മാറിയിട്ടുള്ള ഒരേ ഒരു ടീം നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് മാത്രമാണ്. കാരണം കഴിഞ്ഞതിന് മുന്നത്തെ സീസണിൽ അവരുടെ ക്യാപ്റ്റൻ ഡേവിഡ് വാർണർ ആയിരുന്നു. അവരുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് വന്നിട്ട് നമ്മുടെ ഗ്രീൻ പാനൽ ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ വന്നപ്പം ഋഷഭ് പന്ത് ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ. ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ഹീറോ ഫിൻകോർപ്പ് ആയിരുന്നു. ഈ ഒരു സീസണിലേക്ക് വരുമ്പം പുതിയ അക്സർ പട്ടേലാണ് അവരുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അവരുടെ സ്പോൺസേഴ്സ് ആവട്ടെ ഓൾ സീസൺ ആണ്. അപ്പം ടൈറ്റിൽ സ്പോൺസേഴ്സ് ഓൾ സീസൺ ആണ്. അപ്പം അക്സർ പട്ടേൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായി മാറുന്നുണ്ട്. രാഹുലിന് ക്യാപ്റ്റൻസി ഓഫർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കൂടുതൽ ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ എന്ന് രാഹുൽ പറയുമ്പം രാഹുലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷിക്കാം. പിന്നെ T20 വേൾഡ് കപ്പിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു നമ്മുടെ അക്സർ പട്ടേൽ. പിന്നെ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. താനൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണെന്ന് നേരത്തെ അക്സർ പ്രൂവ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അക്സറിന്റെ കീഴിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഇത്തവണ വിസ്മയകരമായിട്ടൊരു സീസൺ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം.